നേരത്തെ ബഷീർ സാഹിബ് നമ്മളോട് വിശദീകരിച്ച വഖഫ് ബില്ല് ഇന്ത്യയിൽ വരുന്നത്. ഞാനതിൻ്റെ വഖഫുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നത്തെയും ഇവിടെ പറയുന്നില്ല, ബഷീർ സാഹിബ് പറഞ്ഞതാണ്. എന്റെ ചോദ്യം ഇതാണ്, വഖഫ് ബില്ല് ഇന്ത്യയിൽ കൊണ്ടുവരുമ്പോൾ ഞാൻ ഈ പറഞ്ഞ ഏത് പ്രശ്നത്തെയാണ് വഖഫ് ബില്ല് അഡ്രസ് ചെയ്യുന്നത്? ഒന്ന് പറഞ്ഞേ. വഖഫ് ബില്ല് കൊണ്ടുവന്നത് കൊണ്ട് പെട്രോളിയം വില കുറയുമോ? അരിയുടെ വില കുറയുമോ? നിത്യോപയോഗ സാധനങ്ങളുടെ വില കുറയുമോ? ഇന്ത്യയുടെ വിദ്യാഭ്യാസ നിലവാരം ഉയരുമോ? ഇന്ത്യയുടെ ഉറുപ്പികയുടെ വില വർദ്ധിക്കുമോ? ഒന്നുമില്ല. ആർക്കാ ഉപകാരം? ഉപദ്രവ മുസ്ലിങ്ങൾക്കുണ്ട്, ശരി. അതുകൊണ്ട് ആർക്കുപകാരം? ഈ രാജ്യത്തിലെ കോടിക്കണക്കിന് വരുന്ന മനുഷ്യർക്ക് നിങ്ങൾ ഈ കൊണ്ടുവന്ന വഖഫ് ബില്ല് കൊണ്ട് ഉപകാരമുണ്ടോ? ഇല്ല. പിന്നെ ഒരു വാർത്ത എന്താണ്? ഉത്തർപ്രദേശിലെ പള്ളിയിൽ ഈ പരിശുദ്ധമായ റമദാനിന് അവിടെയുള്ളവർ പള്ളിയുടെ പുറത്ത് നിന്ന് നമസ്കരിച്ചാൽ അവന് പോലീസ് കൈകാര്യം ചെയ്യും. ബൂട്ടിട്ട് ചവിട്ടുന്ന ചിത്രം വന്നു. വർഗീയവാദിയുടെ മനസ്സിൽ ഒരു കുളിരുണ്ടാകും. മുസ്ലിങ്ങളെ ആക്രമിക്കുന്നത് കാണുമ്പോൾ അവനൊരു സന്തോഷമുണ്ടാകും. ആർക്ക്? ഈ വർഗീയവാദികൾക്ക്, വംശവെറിയന്മാർക്ക്. അതിനപ്പുറം ഇന്ത്യയുടെ ഏതു പ്രശ്നത്തെയാണ് സമ്പലിൽ പള്ളി പൂട്ടിയാൽ, പള്ളി തകർത്താൽ, ആളെ കൊന്നാൽ ഉണ്ടാകാൻ പോകുന്നത്? ഇതൊന്നുമല്ലല്ലോ ഇന്ത്യ അഭിമുഖീകരിക്കുന്ന പ്രശ്നം. ഡീസലിന്റെ വില കുറയോ? രാജ്യത്തിൽ എന്തെങ്കിലും ഒരു പുരോഗതി ഈ പറയുന്ന നടപടികൾ കൊണ്ടുണ്ടാകുമോ? നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ. ഇന്ത്യയിലെ 80% വരുന്നത് ഇന്ത്യയിലെ ഹിന്ദു സഹോദരന്മാരല്ലേ? നമ്മുടെ സഹോദരന്മാർ അവരല്ലേ ഈ രാജ്യത്തെ 80%? ഈ രാജ്യത്തിന്റെ പെട്രോളിന്റെ വില കയറിയാൽ ഏറ്റവും കൂടുതൽ പെട്രോൾ അടിക്കേണ്ടി വരുന്നത്, ഈ വില കൊടുത്ത് അടിക്കേണ്ടി വരുന്നത് ആരാണ്? ഈ രാജ്യത്തിലെ 80% വരുന്ന ഹിന്ദുക്കളാണ്. ഈ രാജ്യത്ത് അരിയുടെ വില കയറിയാൽ, വിദ്യാഭ്യാസം തകർന്നു പോയാൽ, ഈ നാട്ടിലെ നിത്യോപയോഗ സാധനങ്ങളുടെ വില കയറിയാൽ, ഗ്യാസിന്റെ വില കയറിയാൽ ആരാണ് ഏറ്റവും കൂടുതൽ കൊടുക്കേണ്ടി വരുന്നത്? ഈ രാജ്യത്തിലെ ഹിന്ദു സഹോദരന്മാരാണ്. കാരണം അവർ 80% ഉണ്ട്. അവരനുഭവിച്ചതിന് ശേഷമേ ബാക്കിയുള്ള മുസ്ലിങ്ങൾ അനുഭവിക്കൂ. അവരനുഭവിച്ചതിന് ശേഷമേ ഇവിടുത്തെ ക്രിസ്ത്യാനി അനുഭവിക്കൂ. അവരനുഭവിച്ചതിന് ശേഷമേ ഇവിടുത്തെ ബുദ്ധനും ജൈനനും പാർസിയും സിഖുകാരനും അനുഭവിക്കൂ. പിന്നെ എങ്ങനെയാണ് ഈ നരേന്ദ്രമോദി ഈ രാജ്യത്തിലെ ഹിന്ദുക്കൾക്ക് വേണ്ടി ഭരിക്കുന്നു എന്ന് പറയുന്നതിന്റെ ന്യായം എന്താണ്? വഖഫ് ബില്ല് കൊണ്ടുവന്നാൽ, NRC കൊണ്ടുവന്നാൽ, 370 എടുത്തു കളഞ്ഞാൽ ഈ രാജ്യത്തിലെ ഏത് ഹിന്ദുവിനാണ് വ്യക്തിപരമായ ഉപയോഗമുള്ളത്? നിങ്ങൾ പറഞ്ഞേ, എന്ത് നേട്ടമാണുള്ളത്? നിങ്ങൾക്ക് വില കുറക്കാൻ കഴിയില്ല, നിങ്ങൾക്ക് വിദ്യാഭ്യാസ പുരോഗതി ഉണ്ടാക്കാൻ കഴിയില്ല, നിങ്ങൾക്ക് ഈ രാജ്യത്തിലെ മനുഷ്യന് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയില്ല. എന്നാൽ അവന്റെ മനസ്സിനകത്തുള്ള മതവെറിയെ, വർഗവെറിയെ നിങ്ങൾക്ക് ആശ്വസിപ്പിക്കാൻ കഴിയും. രാജ്യത്തിന്റെ പുരോഗതിയെ. ഇത് വലതുപക്ഷ രാഷ്ട്രീയം ലോകത്ത് സ്വീകരിക്കുന്ന ഒരു അപകടം പിടിച്ച പണിയാണ്. ഒരു കാര്യം നിങ്ങൾ എല്ലാവരും, ഈ രാജ്യത്തിലെ സകല മനുഷ്യരും, ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും സകല മനുഷ്യരും ഈ വർഗീയവാദികൾക്ക് മുമ്പിൽ ഓർത്തു വെക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്തെന്നറിയുമോ? ഇവിടെ ഈ പറയുന്ന നേട്ടങ്ങൾ, ഇവരുണ്ടാക്കി വെക്കുന്ന അപകടങ്ങൾ ഈ രാജ്യത്തിലെ എല്ലാവരെയും ഒരുപോലെ, നല്ലതാണ് ഈ രാജ്യത്ത് സംഭവിക്കുന്നതെങ്കിൽ അതിന്റെ ഏറ്റവും കൂടുതൽ ഗുണഫലം അനുഭവിക്കുന്നത് ഈ നാട്ടിലെ ഹിന്ദു സഹോദരന്മാരാണ്. ഈ രാജ്യത്തിന് അപകടമാണോ ഉണ്ടാവുന്നത്, അതിന്റെ ഏറ്റവും വലിയ തിക്തഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന മഹാഭൂരിപക്ഷവും ഈ രാജ്യത്തിലെ ഹിന്ദുക്കളാണ്. ഇത് പറയുന്നില്ല മോഡി, ഇത് പറയുന്നില്ല അമിത് ഷാ. അവർ ചെയ്യുന്നത് ഒരു പറ്റം ആളുകളുടെ വൈകാരികതയെ കച്ചവടം ചെയ്യുകയാണ്. ഇത് വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ഒരു അപകടമാണ്. വികസനം പറയാനില്ലാതായാൽ, പുരോഗതി നാളുകൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ കഴിയാതെ പോയാൽ അവരെ ഒരു തരം വൈകാരികതയുടെ മുകളിൽ നിർത്തുക. ഇടക്കിടക്ക് ഒരു NRC കൊണ്ടുവരിക, അത് കഴിഞ്ഞൊന്ന് തണുത്ത് അവർ പെട്രോളിന്റെ വില എന്താ അങ്ങനെ കൂടുന്നത് എന്ന് ചോദിക്കുമ്പോൾ വഖഫ് ബില്ല് കൊണ്ടുവരിക. ഇതെന്താ ഇവിടെ അങ്ങനെ അരിന്റെ ഒക്കെ വില കൂടുന്നത് എന്ന് പറയുമ്പോൾ ഉടനെ തന്നെ ഒരു ഏക സിവിൽ കോഡ് ബില്ല് കൊണ്ടുവരിക. എന്നിട്ട് ഇടക്കിടക്ക് ഇങ്ങനെ അവരുടെ വികാരത്തിന് ഇങ്ങനെ ചൊറിഞ്ഞ് മാന്തി ഒന്ന് പുണ്ണാക്കി അവരെ ഇങ്ങനെ നിർത്തുക. നാട് നന്നാവുമോ? ഇല്ല. ഇന്ത്യയുടെ ചരിത്രം കണ്ടിട്ടില്ലാത്ത വിധം ഇന്ത്യയുടെ റുപ്പിക തകർന്നിരിക്കുന്നു. $86 ഇന്ത്യൻ റുപ്പി തകർന്ന് ഡോളർ ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. എവിടേക്കാണ് നമ്മൾ പോണത്?
എവിടെയാണ് നമ്മൾ എത്തുന്നത്? എത്രമാത്രം അപകടകരമായിട്ടാണ് രാജ്യത്തിന്റെ അവസ്ഥ പോകുന്നത് എന്ന് നിങ്ങൾ പരിശോധിച്ചു നോക്കിയിട്ടുണ്ടോ? ഇത് വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ഒരു അപകടമാണ്. ഈ അന്താരാഷ്ട്ര രാഷ്ട്രീയത്തെ നിങ്ങൾ ഒരു മിനിയേച്ചറായി കേരളത്തിലേക്ക് എടുക്കുക. ഇതേ രാഷ്ട്രീയം കേരളത്തിൽ നടക്കുക. ഇതേ രാഷ്ട്രീയം എന്ന് വച്ചാൽ പേരിന് ഭരിക്കുന്നത് ഒരു ഇടതുപക്ഷമാണ്, എന്നാൽ ലക്ഷണമൊത്തൊരു വലതുപക്ഷമാണ്. ഇടതുപക്ഷം എന്ന് പറയുന്നത് ലോകത്തിൽ കരുതുന്നത് മനുഷ്യന്റെ വേദനയുടെ കൂടെ നിൽക്കുന്നവൻ എന്നാണ്. CPM എന്നല്ല അതിന്റെ അർത്ഥം. CPM എന്നല്ല അതിന്റെ അർത്ഥം. മനുഷ്യന്റെ വേദനയെ അഡ്രസ് ചെയ്യുന്ന ഒരു ജനസമൂഹത്തെ കുറിച്ച് പറയുന്നത് ഇടതുപക്ഷം എന്നാണ്. കേരളത്തിലെ CPMകാരൻ അവൻ എടുത്തു വച്ചിരിക്കുന്ന സ്വന്തം അവൻ തന്നെ അവനെ പേരിട്ട് വിളിക്കുന്നതാണ് ഇടതുപക്ഷമെന്ന്. എന്നാൽ ലക്ഷണമൊത്ത ഒരു വലതുപക്ഷ രാഷ്ട്രീയമാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ നിങ്ങളോട് സ്നേഹപൂർവ്വം ചോദിക്കട്ടെ, ഈ സമീപകാലത്ത് കേരളത്തിൽ ഉണ്ടായിട്ടുള്ള ഓരോ വിവാദങ്ങൾ നിങ്ങൾ പരിശോധിച്ചാൽ, ഓരോ വിവാദം എടുത്ത് പരിശോധിക്കുക. ആ വിവാദങ്ങളെ നിങ്ങൾ കൃത്യമായി പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. അടിസ്ഥാനപരമായ കേരളത്തിന്റെ പ്രശ്നങ്ങളല്ല ഇതൊന്നും. കേൾക്കുന്നത്, നമ്മൾ മറുപടി പറയുന്നത്, അവർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അടിസ്ഥാനപരമായ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിന്റെ ഏഴയലത്ത് പോലും എത്തുന്നില്ല. ഇപ്പോ വെള്ളാപ്പള്ളിയുമായി ബന്ധപ്പെട്ട വിവാദം ഉണ്ടായി. ലത്തീഫയോട് പറഞ്ഞു, വെള്ളാപ്പള്ളിയുമായി ബന്ധപ്പെട്ട വിവാദം ഉണ്ടായി. നിങ്ങൾ വെള്ളാപ്പള്ളിയെ കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ്, നിങ്ങൾ PC ജോർജിനെ കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് ഈ പശ്ചാത്തലം ആരാ ഒരുക്കിയത്? അത് നിങ്ങൾ പറഞ്ഞു തരണ്ടേ? ഇവിടെ മുസ്ലിങ്ങളുടെ മേക്കിട്ട് ആർക്കും കയറാം. മലപ്പുറം എന്ന് പറയുന്നത് ഒരു പ്രത്യേക വ്യതിരിക്തമായിട്ടുള്ള ഒരു ജില്ലയാണ്. അത് ഒരു പ്രത്യേക സ്റ്റേറ്റ് ആണോ, അതല്ല വേറൊരു രാജ്യമാണോ എന്നൊക്കെ വെള്ളാപ്പള്ളിക്ക് മാത്രമുള്ള സംശയമാണോ? ഞാൻ അറിയാത്തതുകൊണ്ട് ചോദിക്കുകയാണ്. ഈ പശ്ചാത്തലം ആരുണ്ടാക്കിയതാണ്? നിങ്ങളൊന്ന് പറഞ്ഞേ. സഖാവ് പിണറായി വിജയൻ ഹരിയാനയിലെ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന്റെ ദിവസങ്ങൾക്ക് മുമ്പ് ഡൽഹിയിൽ പോയിട്ട് ഹിന്ദു പത്രത്തിന് ഇംഗ്ലീഷിൽ അഭിമുഖം കൊടുത്ത വാക്കുകൾ നിങ്ങളൊന്ന് ഇപ്പോൾ വായിച്ചേ. ഞാനിത് പറയുന്നത് ഒരു ലീഗാരം പറയണമെന്ന് കരുതിയിട്ട് മുൻവിധിയൊന്നും വേണ്ട. എന്താ പറഞ്ഞത്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അപകടം പിടിച്ച ഒരു എയർപോർട്ട് കരിപ്പൂർ എയർപോർട്ടാണ്. അവിടെയാണ് കള്ളക്കടത്ത് മുഴുവൻ നടത്തുന്നതാവട്ടെ മലപ്പുറത്തുകാരാണ്. അവിടെ ഹവാലയുണ്ട്, അവിടെ സ്വർണ്ണക്കടത്തുണ്ട്, അവിടെ എല്ലാ ഏർപ്പാടുകളുമുണ്ട്. തീരുന്നില്ല. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ക്രൈം രേഖപ്പെടുത്തപ്പെട്ട ജില്ല മലപ്പുറമാണ്. ഇത് പറയുന്നത് രേഖാടിസ്ഥാനത്തിലാണ്. ആര് കൊടുത്ത രേഖ? പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിന്റെ വെറിയനായ മുഖ്യമന്ത്രിയുടെ ചെരുപ്പ് നക്കിയ സുജിത്ത് എന്ന് പറയുന്ന ഒരു SP കൊടുത്ത റിപ്പോർട്ട്. ആ റിപ്പോർട്ടാണ്. ഈ റിപ്പോർട്ട് നിങ്ങൾ വളരെ പതുക്കെ പണിപ്പെട്ട് ഇവിടുത്തെ ഹെൽമറ്റ് ധരിക്കാതെ പോകുന്നവരെ പോലും പിടിച്ച് ക്രിമിനൽ ഒഫൻസ് ചാർത്തി നിങ്ങൾ ഉണ്ടാക്കി വെച്ച ക്രൈമാണ്. ഒരു 10 പേർ ഒരു കേസെടുത്താൽ, ഒരു ഒറ്റ കേസിൽ കുറ്റവാളിയായാൽ 10 പേരുടെ പേരിൽ ഡിഫറന്റ് FIR ഇട്ട് നിങ്ങൾ കേസിന്റെ എണ്ണം കൂട്ടി. എന്നിട്ട് ഞാൻ വിശദീകരിക്കണില്ല, ചർച്ച ചെയ്താണ്. ഈ കണക്ക് നിങ്ങൾ കയ്യിൽ വെച്ചിട്ട് ഡൽഹിയിൽ പോയിട്ട് പറയുന്നു ഏറ്റവും കൂടുതൽ സ്വർണ്ണക്കടത്ത് നടക്കുന്നത് കേരളത്തിലെ മലപ്പുറം ജില്ലയിലാണ്. പിണറായി വിജയന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് വഴി സ്വപ്നയും അയാളുടെ പ്രൈവറ്റ് സെക്രട്ടറിയും ചേർന്ന് നടത്തിയ കൊള്ളക്കണക്ക് അല്ലെങ്കിൽ സ്വർണ്ണക്കടത്ത് അയാൾ അതിനകത്ത് പറഞ്ഞില്ല. BJPയുടെ സുരേന്ദ്രൻ അടക്കമുള്ള BJP നേതാക്കന്മാർ ഇൻവോൾവ് ഉണ്ടെന്ന് പലരും പറഞ്ഞ കൊടകര ഹവാല നിങ്ങൾ അതിനകത്ത് പറഞ്ഞില്ല, ഒന്നും പറഞ്ഞില്ല. നിങ്ങളെ വെട്ടിപ്പും തട്ടിപ്പും ഒന്നുമില്ലാതെ മലപ്പുറം ജില്ലയെ പ്രതി തീർത്ത് ഹിന്ദുവിന് അഭിമുഖം കൊടുത്തു. വെള്ളാപ്പള്ളി മലപ്പുറത്ത് നിലമ്പൂരിലുള്ള ആൾക്കാരോട് സംസാരിച്ചത്. പിണറായി വിജയ, നിങ്ങളാണ് ഈ കച്ചവടം തുടങ്ങി വെച്ചത്. മലപ്പുറത്തിന്റെ ഉള്ളടക്കം വർഗീയമാണ് എന്ന് പറഞ്ഞത് ഒരു മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനാണ്. ഈ ഏറനാട്ടിലെ മുസ്ലിങ്ങൾ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും വോട്ട് ചെയ്തത് വർഗീയത കൊണ്ടാണ് എന്ന് പറഞ്ഞത് വിജയരാഘവനാണ്. ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ വെട്ടിക്കൊടുത്ത AK ബാലനും വിജയരാഘവനും നിങ്ങളുടെ കടകംപള്ളി സുരേന്ദ്രനും പിണറായി വിജയനും വെട്ടിപ്പാകപ്പെടുത്തിയ മണ്ണിലാണ് വെള്ളാപ്പള്ളി സംസാരിച്ചത്. വെള്ളാപ്പള്ളി അതിന്റെ ഒരു ഇരയാണ്. നിങ്ങൾ സാഹചര്യം ഉണ്ടാക്കി കൊടുത്തു. മുസ്ലിങ്ങളെ എന്തും പറയാം, എന്ത് തോന്നിവാസവും പറയാം. മുഖ്യമന്ത്രി പറയുന്നുണ്ടല്ലോ, പിന്നെന്താണ്? ആദ്യം മുഖ്യമന്ത്രിയുടെ പേരിലല്ലേ കേസെടുക്കേണ്ടത്? ഈ തോന്നിവാസം പറഞ്ഞത് അല്ലേ? എടുത്തില്ലല്ലോ. കടകംപള്ളിയുടെ പേരിൽ എടുത്തില്ലല്ലോ.
നിങ്ങൾ മലപ്പുറത്ത് കുഴപ്പമുണ്ടാക്കാൻ വർഗീയവാദങ്ങൾ ഉന്നയിച്ച ബാലന്റെ പേരിൽ വിജയരാഘവന്റെ പേരിൽ കേസെടുത്തോ? എടുത്തില്ലല്ലോ. പിന്നെ പി സി ജോർജ് പറയൂലേ? പറയും. പിന്നെ വെള്ളാപ്പള്ളി പറയൂലേ? പറയും. നിങ്ങൾ അവസരങ്ങൾ ഉണ്ടാക്കി കൊടുത്തതാണ്, നിങ്ങൾ പറഞ്ഞതാണ്, നിങ്ങൾ പറഞ്ഞതിന്റെ ബാക്കിയാണ് അവര് പറയണത്. ഞാൻ CPM-ന്റെ സുഹൃത്തുക്കളോട് ചോദിക്കട്ടെ, ഈ അവസാനം നിങ്ങളുടെ മധുരയിൽ നടന്ന CPM-ന്റെ പാർട്ടി കോൺഗ്രസിൽ നിങ്ങളുടെ കരട് പ്രമേയം എന്താണെന്നറിയോ? BJP-യുടെ വളർച്ചക്ക് CPM-ന്റെ ചെലവാണ് എന്ന്. KM ഷാജിയുടെ വാക്കല്ല. അവസാനം നിങ്ങളുടെ പാർട്ടിയുടെ കൺക്ലൂഷൻ BJP വളരുന്നത് CPM-ന്റെ ചെലവിലാണ്. ഷാജി പറഞ്ഞതാണോ? അല്ലല്ലോ. നിങ്ങളുടെ മധുരയിലെ പാർട്ടി സമ്മേളനത്തിലെ നിങ്ങളുടെ കരട് പ്രമേയമാണ്. ഇതല്ലേ നിങ്ങൾ പറയുന്നത്? അപ്പൊ പറയാണ് PC ജോർജ് അല്ലേ, അയാൾക്ക് വട്ടാണ്. എന്താണ് ഇപ്പോ വെള്ളാപ്പള്ളിയല്ലേ, അയാൾക്ക് പ്രായം കുറെ ഏറിയിട്ടുണ്ട്. ഈ വട്ടും പ്രായമേറലൊക്കെ മുസ്ലിങ്ങളെ ചീത്ത വിളിച്ചവർക്ക് മാത്രം കിട്ടുന്ന ആനുകൂല്യ? ഞാൻ ചോദിക്കട്ടെ, ഈ വെള്ളാപ്പള്ളി എങ്ങാനും ഈ പറഞ്ഞത് CPM-നെ കുറിച്ചാണെങ്കിൽ അതല്ല വേറെ ഏതെങ്കിലും ഒരു സമുദായത്തെ കുറിച്ചാണെങ്കിൽ ഈ ആനുകൂല്യം നിങ്ങൾ അവർക്ക് കൊടുക്കുവോ? ഒന്ന് പറഞ്ഞേ, ഈ ആനുകൂല്യം കൊടുക്കാൻ നിങ്ങൾ തയ്യാറാകുമോ? ഇനി വെള്ളാപ്പള്ളി ഒരു അന്തംഗമ്മിയാണ് എന്നാ നിങ്ങൾ പറയുന്നത്, പ്രായമൊക്കെ ആയി അയാൾ പറയുന്നതൊന്നും മനസ്സിലാവണില്ല എന്നാ പറയുന്നത്. എങ്കിലും ഞാൻ ചോദിക്കട്ടെ, ഇന്ന് വെള്ളാപ്പള്ളിയുടെ അഭിനന്ദിക്കുന്ന സദസ്സിൽ പോയി സഖാവ് പിണറായി വിജയൻ നടത്തിയ പ്രസംഗം എന്താണെന്നറിയോ? വെള്ളാപ്പള്ളി ഒരു മഹാനവറുകളാണ്. തീരുന്നില്ല. അദ്ദേഹത്തെ വെള്ള പൂശി ഏഷ്യൻ പെയിന്റ് കൂട്ടിപ്പൊണ്ട് കൊടുത്താണ് പെയിന്റ് അടിക്കുന്നത്. അമ്മാതിരി പെയിന്റ് അടിയാണ്. അതിനകത്ത് പറയാണ് ഇയാൾ വലിയ മനുഷ്യനാണ്, ഇയാൾ ഇരിക്കുന്ന ഇയാൾ കുമാരനാശനേക്കാൾ അതുക്കും മേലെയാണ്. ഇന്നത്തെ പ്രസംഗം വെള്ളാപ്പള്ളി ഒരുപാട് ദീർഘവീക്ഷണമുള്ള തികവുറ്റ ഒരു മനുഷ്യനാണ്. അയാൾ പറഞ്ഞത് ലീഗിനെ കുറിച്ചാണ്. ലീഗിനെ കുറിച്ച് പറഞ്ഞോ? ലീഗിനെ കുറിച്ച് പറഞ്ഞാൽ ഞങ്ങൾ തിരിച്ചു പോകാം. ഞങ്ങൾക്ക് എന്ത് വെള്ളാപ്പള്ളി? പിണറായി വിജയനെ മൈൻഡ് ചെയ്തിട്ടില്ല. ലീഗിനോട് കളിച്ചാൽ അത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഞങ്ങളോട് വർത്താനം പറഞ്ഞിട്ട് അതിന്റെ മുഖത്ത് നോക്കി രാഷ്ട്രീയം പറഞ്ഞ CH മുഹമ്മദ് കോയ സാഹിബിന്റെ അനുയായികൾ നിൽക്കുന്ന പാർട്ടിയാണിത്. ഇങ്ങോട്ട് പറഞ്ഞ 10 അങ്ങോട്ട് പറയും. നിങ്ങളൊന്ന് ചെലവിലല്ല ജീവിക്കണത്. അതല്ലെങ്കിൽ അടുത്ത കൊല്ലം കിട്ടുന്ന വോട്ട് നോക്കിയിട്ട് ഇവിടെ ചൊറിഞ്ഞു കുത്തിരിക്കുന്ന പണിയൊന്നും ഞങ്ങൾക്ക് ആർക്കൊന്നുമില്ല. അതുകൊണ്ട് പറയാനുള്ളത് പറയും, അത് വേറെ കാര്യമാണ്. അതുകൊണ്ട് ലീഗിനെ പറഞ്ഞോട്ടെ. ലീഗിനാണോ വെള്ളാപ്പള്ളി പറഞ്ഞത് മലപ്പുറം ഒരു സംസ്ഥാനമാണ് എന്ന് പറയുന്നത്? ഇപ്പോഴും LDF-ന്റെ സ്ഥാനാർത്ഥി ജയിച്ചു വന്ന സ്ഥലമല്ലേ നിലമ്പൂര്? ഇവിടെ മുസ്ലിങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ പറയുന്ന വർഗീയ രാഘവനായ വിജയരാഘവൻ താമസിക്കുന്നത് ഈ മലപ്പുറത്തല്ലേ? നിന്റെ CPM-ന്റെ സ്വരാജ് താമസിക്കുന്നത് ഈ നിലമ്പൂരിലല്ലേ? ഇത് ലീഗിന്റെ പ്രശ്നം. അങ്ങനെയാണോ സ്വരാജ് ഈ വെള്ളാപ്പള്ളി പറഞ്ഞത്? ആണോ? ഇന്ന് വെള്ളാപ്പള്ളിയുടെ പരിപാടി കഴിഞ്ഞ് പിണറായി പറയാൻ ലീഗിനെയാ പറഞ്ഞത്. അയാൾക്ക് തെറ്റിയിട്ടില്ല. ഞാൻ പറയുന്നത് വെള്ളാപ്പള്ളി അത് മാറ്റി പറഞ്ഞ പശ്ചാത്തലത്തിൽ ഞാൻ ഒന്നും പറയാൻ നിൽക്കുന്നില്ല. പക്ഷെ ഒരൊറ്റ കാര്യം ഞാൻ പറയാം. സഖാവ് പിണറായി വിജയൻ, നിങ്ങൾക്ക് പറയാമായിരുന്നു വെള്ളാപ്പള്ളി നിങ്ങൾ ഇരിക്കുന്ന പദവിയെ കുറിച്ച് ഓർക്കണമായിരുന്നു. കുമാരനാശാന്റെ വേദി, R ശങ്കറിന്റെ വേദി, എത്ര വലിയ മഹാന്മാരിരുന്ന വേദി. ജാതിഭേദം മതദ്വേഷമേതുമില്ലാതെ ഏവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനം എന്ന് പാടിയിട്ട് മലയാള മണ്ണിനെ മഹിതമാക്കിയ മഹാനായ ശ്രീനാരായണ ഗുരുദേവന്റെ മണ്ണ്. ആ സ്ഥാനത്താണ് നിങ്ങൾ ഇരിക്കുന്നത്. ഈ നാട്ടിലെ മുസ്ലിം സഹോദരന്മാരോട് ഏറ്റവും വലിയ സൗഹൃദം സ്ഥാപിച്ചിരുന്ന ഇവിടുത്തെ ഈഴവ സമൂഹമുണ്ട്. ഉള്ള ഈഴവ സമൂഹം. ഞാൻ എന്റെ തെരഞ്ഞെടുപ്പ് പഞ്ചായത്ത് കഴിഞ്ഞ് പിന്നെ പാർട്ടി തീറ്റു തരുന്നത് അങ്ങ് ഇരവിപുരത്താണ്, കൊല്ലത്ത്. ഞാൻ അവിടെ ചെന്ന് ഓരോ വീട്ടിലും കയറുമ്പോൾ സുലൈഖ, ജമീല എന്നൊക്കെ പേരുണ്ട്. ഈഴവന്മാരുടെ പേരാണ്. തെക്കോട്ട് പോയാൽ സുലൈഖ. നമ്മൾ പെട്ടെന്ന് വിചാരിക്കുക എന്റെ പെങ്ങളുടെ പേര് സുലൈഖയാണ്, ഒരു പെങ്ങള് ജമീലയാണ്. അപ്പൊ എനിക്ക് ആ സമയത്ത് അന്നത്തെ പ്രായമാണ്, അത്ഭുതം തോന്നിപ്പോയി. അന്വേഷിച്ചപ്പോൾ അങ്ങനെ ഒരുപാട് മുസ്ലിം പേരുകൾ സ്വീകരിച്ച് മക്കൾക്കിട്ട് മൗലാന ഷൗക്കത്ത് അലിയോട് ബഹുമാന ആദരവുള്ള ഒരു ഈഴവ നേതാവ് മകന് ഷൗക്കത്ത് എന്ന് പേരിട്ട എത്രയോ അനുഭവങ്ങളുണ്ട്. ഈ മുസ്ലിം സമുദായവുമായി ഇഴചേർന്ന് ജീവിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് ഈഴവ സമൂഹം. ആ സമൂഹത്തിന്റെ തലപ്പത്താണ് നിങ്ങൾ ഇരിക്കുന്നത് വെള്ളാപ്പള്ളി എന്ന് നിങ്ങൾ ഓർക്കണമായിരുന്നു. വാക്കുകൾ സൂക്ഷിക്കണമായിരുന്നു. ഇതൊരു കെട്ട കാലമാണ് വെള്ളാപ്പള്ളി എന്നെങ്കിലും പറയാമായിരുന്നില്ലേ മുഖ്യമന്ത്രിക്ക്? മുഖ്യമന്ത്രി അങ്ങനെ പറയാത്ത ആളല്ലല്ലോ. ഞാൻ ചോദിച്ചിട്ട് ഈ അടുത്താണ് രവി പിള്ളക്ക് ഒരു സ്വീകരണം കൊടുക്കുമ്പോൾ അതിന്റെ സ്വാഗത പ്രസംഗത്തിൽ ഒരാൾ തമാശക്ക്
ചിലരങ്ങനെ പറയുമല്ലോ. അയാൾ പറഞ്ഞു, എന്താണ്, നമ്മളെ രമേശ് ചെന്നിത്തലയെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ പറഞ്ഞു, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി അദ്ദേഹം വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഒരു തമാശ. അടുത്ത പ്രസംഗിക്കാനെടുത്ത പിണറായി വിജയൻ അയാൾക്ക് മറുപടി പറഞ്ഞിട്ടാണ് പ്രസംഗം തുടങ്ങിയത്. എന്താ പറഞ്ഞതെന്നറിയോ? നിങ്ങൾ കോൺഗ്രസിൽ കുഴപ്പമുണ്ടാക്കല്ലേ എന്ന് പറഞ്ഞിട്ടാണ്. എന്നുവെച്ചാൽ പിണറായിയുടെ സ്വഭാവത്തിന് അപ്പം മറുപടി പറയും. ആ പിണറായി ഇന്ന് വെള്ളാപ്പള്ളിയുടെ യോഗത്തിൽ പോയി ഒരു വാക്ക്, ഒന്ന് സൂക്ഷിക്കണം എന്നൊരു വാക്ക് പറഞ്ഞില്ല. രണ്ടാമത് പറഞ്ഞ വാക്ക് എന്താ അറിയോ? ഇവിടെ മതവിദ്വേഷമില്ലാത്ത നാടാണ്. ആർക്കായി സർട്ടിഫിക്കറ്റ് കൊടുത്തത്? മതവിദ്വേഷം പറഞ്ഞ് പ്രചരിപ്പിച്ച ഒരു മനുഷ്യന്റെ അടുത്ത് പോയിട്ട് പിണറായി പറയാൻ, മതവിദ്വേഷമില്ലാത്ത സ്റ്റേറ്റ് ആണിത്. ഭീകരമായ മതവിദ്വേഷം പറഞ്ഞ് സ്വയം തിരുത്തി പറഞ്ഞ് അവിടെ ഇരിക്കുന്ന വെള്ളാപ്പള്ളിയോട് ഒന്ന് സൂചിപ്പിക്കണമായിരുന്നു. ഞാൻ പറയട്ടെ, അതിനപ്പുറം പറഞ്ഞത് വഷളാക്കണം എന്നൊന്നും എനിക്ക് അഭിപ്രായമല്ല, ഒന്നും അഭിപ്രായമല്ല. അങ്ങനെ ചിലരൊക്കെ പറയാണ്, അങ്ങനെ പറയരുത്, സൂക്ഷിക്കണം. ഈ മതേതരത്വവും സൗഹൃദവും മനുഷ്യ സൗഹാർദ്ദമൊക്കെ ഒരു കോഴിമുട്ട മാതിരി തലയിൽ വെച്ച സാധനമാണ്, അനങ്ങിയ വീണ് പൊട്ടിപ്പോകുന്നതാണ്. ആചാര്യപ്പേടി ഞങ്ങൾക്കില്ല. ഞങ്ങൾ ഈ നാട്ടില് വർഗീയ ഭ്രാന്തന്മാർക്കിടയിൽ നിന്ന് സ്നേഹത്തിന്റെ തുരുത്തുണ്ടാക്കിയ ഒരു പതാക ഞങ്ങളുടെ കയ്യിലുണ്ട്, ഒരു രാഷ്ട്രീയ ആദർശം ഞങ്ങളുടെ കയ്യിലുണ്ട്. അത് ഉള്ളിടത്തോളം കാലം അത് അങ്ങനെ അങ്ങ് വീട് പൊട്ടിപ്പോകുന്നു കരുതിയിട്ട് ഞങ്ങൾ മാത്രം ക്ഷമിച്ചിരിക്കണമെന്ന് പറയുന്ന വാദം അത്ര നല്ല ഒരു വാദമായിട്ട് എനിക്ക് തോന്നണില്ല. പറയാനുള്ളതൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സൗഹൃദം നിർത്താനും ഞങ്ങൾക്ക് നന്നായിട്ടറിയാം എന്നേ ഞാൻ പറയുള്ളൂ. ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾക്ക് എന്താണ് CPM-കാരെ പറ്റിയത്? ഈ അടുത്ത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്. കഴിഞ്ഞ റമദാൻ സത്യം പറഞ്ഞാൽ ഒരു വല്ലാത്ത അസ്വസ്ഥതയുണ്ടായിരുന്ന ഒരു മാസമാണ് കഴിഞ്ഞ റമദാൻ. എന്തെല്ലാം കെട്ട വാർത്തകളാണ് നമ്മൾ കേട്ടത്. ഉമ്മയെ കൊന്നിട്ട് പോവുക, തിരിച്ചു വന്നപ്പോൾ ഉമ്മ അങ്ങനെ കണ്ണു തുറക്കുന്നത് കണ്ട് പിന്നെയും കൊല്ലാൻ തലക്കടിച്ചിടുക, എളാപ്പയെ കൊല്ലുക, എളാമ്മയെ കൊല്ലുക, അനുജനെ വെട്ടി മുറിക്കുക. ഈ താമരശ്ശേരിയിൽ ഉമ്മയെ കഴുത്തറുത്ത് കൊന്നിട്ട് പുഞ്ചിരിച്ചു വണ്ടിയിൽ കയറി പോകുക. എന്തെല്ലാം! സ്കൂളിൽ പഠിക്കുന്ന 10ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിയെ കൂട്ടമായി ചേർന്നിട്ട് കുട്ടികൾ ആക്രമിച്ചു കൊല്ലുക. എന്തെല്ലാം വാർത്തകൾ! സത്യത്തിൽ ഈ റമദാൻ നമ്മളെ വല്ലാതെ സങ്കടപ്പെടുത്തുകയുമുണ്ട്. നമ്മുടെ മനസ്സിനകത്ത് വല്ലാത്ത ആദി, ഉമ്മമാരെ കുറിച്ച് ഓർത്ത്, മക്കളെ കുറിച്ച് ഓർത്ത് വല്ലാത്ത ആദി ഉണ്ടായൊരു മാസമാണ്. നമ്മളെല്ലാവരും ഒരുമിച്ച് ആ കാലത്തെ ഭയപ്പെട്ടുകൊണ്ടാണ് ജീവിച്ചത്. മലയാളി പെട്ടെന്നെല്ലാം മറക്കും. നമ്മളതൊക്കെ വിട്ടുപോകും. നമ്മളിപ്പോൾ വെള്ളാപ്പള്ളി എന്തോ പറഞ്ഞിരിക്കുന്നു, പിണറായി എന്തോ മറുപടി പറഞ്ഞിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് സബ്ജക്റ്റുകൾ എങ്ങനെ പേജ് മറിക്കണ പോലെ മറിച്ചു പോവുകയാണ്. ഞാൻ ചോദിക്കുന്നത്, ഈ മയക്കുമരുന്ന് രാജ്യത്ത് വ്യാപകമായി വന്നപ്പോൾ നമ്മൾ ലീഗുകാർ പിന്നെ നമ്മൾ കുറച്ചൊരു ഓവർ സമർപ്പിത രീതിയാണല്ലോ, പെട്ടെന്നല്ലേ ഏറ്റെടുത്താളും. എല്ലാ മതസംഘടനകളൊക്കെ ഇറങ്ങിയിട്ട് ഇപ്പോൾ മയക്കുമരുന്നിനുള്ള പ്രതിജ്ഞയാണ്, ഭയങ്കര പ്രതിജ്ഞ. അതിൻ്റെ ഏർപ്പാടുകൾ ഇതൊക്കെ നടന്നുകൊടുക്കുകയാണ്. മുഖ്യമന്ത്രിയാണെങ്കിലും കിട്ടിയ ചാൻസിൽ മുതലാക്കും. അയാൾ സക്കാത്തിന്റെ പൈസ വരെ ചോദിച്ച ആളാണ്. അയാൾ പറയാണ് എല്ലാവരും സഹകരിക്കണം. എന്തിനായി സഹകരിക്കേണ്ടത്? ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, മദ്യമാണെങ്കിലും ഓക്കെ. നമ്മൾ മദ്രസയിൽ കുട്ടികളോട് പറയുന്നുണ്ട്, കുട്ടികളെ നിങ്ങൾ മദ്യം കഴിക്കരുത്. ഇപ്പോൾ ഒരു സിനിമ കാണുകയാണെങ്കിൽ ഒരുത്തൻ കള്ളു കുടിക്കുകയാണെങ്കിൽ അപ്പോൾ എഴുതി വെക്കും, മദ്യം ആരോഗ്യത്തിന് ഹാനികരമാണ്. ഭയങ്കര സംഭവമാണ്. മദ്യം വാങ്ങും, അതിന്റെ മുകളിൽ എഴുതും, ഇത് ആരോഗ്യത്തിന് ഹാനികരമാണ്. അത് വാങ്ങുന്നവന് അത് നോക്കാൻ വായിക്കാൻ പോലും സമയമില്ലാതെ അടിച്ച് ഓനെ കുടിക്കുന്ന ആൾക്കാരത് വാങ്ങാൻ പോവുക. ഏതായാലും ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിലെ തമാശകൾ. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഞങ്ങൾ പള്ളിയിൽ ക്രിസ്ത്യാനികൾ അവരുടെ സൺഡേ ക്ലാസ്സുകളിൽ ഇവിടുത്തെ ഹൈന്ദവ പുരോഹിതന്മാരൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താ നിങ്ങൾ മദ്യം കഴിക്കരുത്, അപകടമാണ്, കുഴപ്പമാണ്. എന്താ ഇത് പഠിപ്പിക്കുന്ന അറിയങ്ങൾ? മദ്യം നാട്ടിൽ ഇഷ്ടം പോലെ കിട്ടും. ഇവിടെ ബീവറേജസ് ഉണ്ട്, പലതരത്തിലും മദ്യം കിട്ടുന്നുണ്ട്. മദ്യം ലീഗലാണ്, നിയമവിധേയാണ്. അതുകൊണ്ട് കുട്ടികളെ പറഞ്ഞ് ബോധവൽക്കരിക്കുകയാണ്. അപ്പൊ കുട്ടികളോട് പറയാം നമ്മള്, എങ്ങനെ നിങ്ങൾ കഞ്ചാവ് വലിക്കരുത്. എടോ, കഞ്ചാവ് വലിക്കലും കഞ്ചാവ് വിൽക്കലും MDM വാങ്ങലും MDM വിൽക്കലും ഒരു ക്രിമിനൽ ഒഫൻസ് ആണ്. മദ്യം അങ്ങനെയല്ല. മദ്യം കയ്യിൽ വെച്ചോനെ കുടിക്കാൻ വേണ്ടി കയ്യിൽ വെച്ചോനെ പിടിക്കാൻ പറ്റൂല. ബില്ലുണ്ടെങ്കിൽ ഓന് കേടിയും കൊണ്ടാകാം. അതുകൊണ്ടാണ് ഓനെ ഉപദേശിക്കുന്നത്. മയക്കുമരുന്ന് ഉപദേശിച്ചു മാറ്റേണ്ടതല്ല, നിയമം കൊണ്ട് മാറ്റേണ്ടതാണ്. അറിയോ നിങ്ങള് ആരാ മയക്കുമരുന്നിന്റെ പോരാട്ടം നടത്തേണ്ടത്? മദ്യം പോലെയല്ല. മദ്യം കയ്യിൽ വെച്ചാൽ പോലീസ് പിടിക്കൂല, മയക്കുമരുന്ന് വെച്ചാൽ പിടിക്കൂലേ? മയക്കുമരുന്ന് ആരാ തടുക്കേണ്ടത്? മയക്കുമരുന്ന് ഇവിടെ വിൽക്കാൻ പാടില്ല എന്ന് തീരുമാനിക്കേണ്ടത് ആരാണ്? പ്രതിജ്ഞ ചെയ്താൽ, പ്രഭാഷണം നടത്തിയാൽ ഈ മയക്കുമരുന്നിന്റെ ഏർപ്പാട് നിൽക്കോ?
നിൽക്കില്ല. അതുകൊണ്ടാണത് രാജ്യം നിരോധിച്ചത്. നിയമം വേണം. ഇനി ഒന്ന് ഞാൻ ചോദിക്കട്ടെ, എന്റെ വീട്ടിൽ എന്റെ മകനെ സ്വാധീനിക്കാൻ 1 കിലോ കഞ്ചാവുമായി ഒരുത്തം വന്നു എന്ന് കരുതുക, എനിക്ക് അവനെ പിടിക്കാൻ പറ്റുമോ? ഇതാ ഇവിടെ ഈ അങ്ങാടിയിൽ ഒരുത്തൻ MDMയുമായി നിൽക്കുന്നു എന്ന് എനിക്കും നിങ്ങൾക്കും അറിയാം. നമ്മൾ പോയി പിടിച്ചാലോ? പോലീസ് വന്നിട്ട് എന്താ ചോദിക്കുക? നീ ആരോടാ പിടിക്കാൻ? നീ എന്ത് സദാചാര പോലീസോ? അല്ലേ? പോലീസിനെ പിടിക്കാൻ പറ്റൂ. മയക്കുമരുന്ന് കയ്യിൽ വെച്ചാൽ, MDM കയ്യിൽ വെച്ചാൽ, കഞ്ചാവ് കയ്യിൽ വെച്ചാൽ പോലീസ് എന്താ ചെയ്യുന്നത്? എനിക്ക് ഈ അടുത്തുണ്ടായ ഒരു അനുഭവം ഉണ്ട്. നാദാപുരം ഭാഗത്ത് നിന്ന് ഒരു MDM പിടിച്ചു. വലിയ ക്വാണ്ടിറ്റിയാണ്. ജയിലിൽ നിന്ന് പുറത്തിറങ്ങൂല നിയമം അനുസരിച്ച്. പക്ഷേ പിടിച്ചിടത്ത് നിന്ന് വലിയ ക്വാണ്ടിറ്റി സ്റ്റേഷനിൽ എത്തുമ്പോൾ സ്റ്റേഷൻ ജാമ്യത്തിന്റെ ക്വാണ്ടിറ്റി മുടക്കെത്രയാ? 15 ലക്ഷം രൂപ പോലീസിന്. തീർന്നു. എക്സൈസിന് പൈസ കൊടുത്താൽ, പോലീസിന് പൈസ കൊടുത്താൽ, ഈ രാജ്യത്തിലെ ഭരിക്കുന്ന ആഭ്യന്തരമന്ത്രിയുടെ കൂടെ നിൽക്കുന്നവർ മുഴുവൻ കൈക്കൂലി വാങ്ങിയിട്ട് ഈ രാജ്യത്ത് മുഴുവൻ മയക്കുമരുന്ന് പ്രചരിപ്പിക്കുകയാണ്. അപ്പൊ നമ്മൾ കയറിയിട്ട് നമ്മൾ ഭയങ്കര ഏറ്റെടുക്കലാണല്ലോ മയക്കുമരുന്നിന്റെ പ്രതിജ്ഞ. അവിടെ പോലീസിന്റെ പണിയാണ്, അവരത് ചെയ്യേണ്ടത്, നമ്മളല്ല. പോലീസ് പിടിക്കാൻ അവർക്ക് കഴിയാതെ പോകുമ്പോ, നിയമം ദുർബലമാകുമ്പോ, അവർക്ക് അതിനുള്ള ഏർപ്പാടുകൾ ചെയ്യാൻ കഴിയാതെ വരുമ്പോ നമ്മൾ ഉടനെ മുഖ്യമന്ത്രി നാട്ടുകാരെ തലയിടുക. ഇതിൽ ഏറ്റവും വലിയ പരാജയം ആരാണ്? മുഖ്യമന്ത്രി അല്ലേ? കോളേജ് ഹോസ്റ്റലിൽ നിന്ന് മയക്കുമരുന്ന് പാക്ക് ചെയ്യുന്നവരെ പിടിച്ചു. മലയാള മനോരമ അടക്കമുള്ള പത്രങ്ങളുടെ ഫ്രണ്ട് പേജ്. എന്തായി അത്? അവസാനം എന്തായി? എത്ര പേരെ അറസ്റ്റ് ചെയ്തു? ഫുൾ SFIക്കാർ ഇല്ലേ? എന്നിട്ട് എന്ത് ചെയ്തു? ജാമ്യത്തിന് വീട്ടിലേക്ക് വിട്ടു. അവരൊക്കെ രക്ഷപ്പെട്ടു. ഈ രാജ്യം ഭരിക്കുന്ന പോലീസ്, ഈ രാജ്യം ഭരിക്കുന്ന മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഇതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ്. എന്നിട്ട് പറയാണ് മയക്കുമരുന്ന് വരുമ്പോ സർക്കാർ എന്താ ചെയ്തത് എന്ന് ചോദിച്ചാൽ, ഇതെല്ലാരും കൂടി നേരിടേണ്ട കാര്യമല്ലേ? എന്തെല്ലാരും കൂടി നേരിടേണ്ട കാര്യം? നമുക്ക് നേരിടാൻ പറ്റുമോ? രാജ്യത്തെ നിയമമല്ലേ നേരിടേണ്ടത്? പോലീസല്ലേ നേരിടേണ്ടത്? അപ്പൊ ഒരു വലിയ ഒരു സൗഹൃദമാണ്. ഇപ്പൊ പ്രളയം വന്നപ്പോ പറയാണ് നമ്മൾ എന്തൊരു മോശമായിട്ടാണ് ആ പ്രളയത്തിന്റെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഉണ്ടായിരുന്നത്. വിമർശിക്കാൻ വന്നപ്പോ ഇതൊരു വല്ലാത്ത സമയല്ലേ, നമ്മൾ എല്ലാവരും കെട്ടിപ്പിടിച്ച് നിൽക്കണ്ടേ? നമ്മളാണെ അനങ്ങിയ കെട്ടിപ്പിടിക്കാൻ പോണവരാണ്. അപ്പൊ എല്ലാവരും ഒരുമിച്ച് അതിനിടെ കൂടെ അടിക്കാവുന്ന പൈസ മുഴുവൻ അടിച്ചു മാറ്റി. രാജ്യത്ത് ജനങ്ങൾ കൊടുത്ത പൈസ മുഴുവൻ അവർക്ക് വേണ്ടി ചെലവാക്കിയില്ല. ഞാനത് ആ സമയത്തൊക്കെ നിയമസഭയിലുണ്ട്. ഒരു കാര്യം ചെയ്യണില്ല. അത് കഴിഞ്ഞ് കോവിഡ് വന്നപ്പോ എന്തൊരു ആരും മിണ്ടണില്ല. എന്താണ്? കോവിഡാണ്. എന്നാൽ വൈകുന്നേരം ഒരു 7 മണിയാവുമ്പോൾ മുഖ്യമന്ത്രി മുണ്ടുങ്കുപ്പായൊക്കെ മാറ്റി കുളിച്ചു മാറ്റി ഒരു മാസ്ക് ഒക്കെ ഇട്ട് 2 മന്ത്രിമാരെയും കൂട്ടിയിട്ട് വരും. വന്നിട്ട് എന്താ ചോദ്യം? നമ്മളെ പെണ്ണുങ്ങളൊക്കെ ഉണ്ടല്ലോ, സീരിയലൊക്കെ മാറ്റി വെച്ചിട്ട് മുഖ്യമന്ത്രി വരുന്നു, കാത്തുക്കലാണ്. ഇയാൾ വന്നിട്ട് പൂച്ചക്ക് വെള്ളം കൊടുത്തിന, നായിനെ കെട്ടീന, പശുവിനെ നോക്കിനോ? അപ്പോൾ പെണ്ണുങ്ങൾ പറയാൻ എൻ്റെ മാപ്പിള വരെ ഇതുവരെ ഇതൊന്നും ശ്രദ്ധിച്ചിട്ടില്ല. ഓൽക്കൊക്കെ ഭയങ്കര ഇമ്പ്രത്ത്, ഭയങ്കര ആവേശം. മുഖ്യമന്ത്രി ഇങ്ങനെ ഒലിപ്പിച്ച് എല്ലാവരും അവരെ കാതിലെ ചിറ്റയക്കൽ തുടങ്ങി, കുട്ടികൾ കുടുക്ക പൊട്ടിക്കൽ തുടങ്ങി, മാഷന്മാർ അതിലെ പൈസ കൊടുക്കൽ തുടങ്ങി. ഇതിങ്ങനെ ഇയാൾ വാരി കൂട്ടുകയാണ്. അതിനടക്കാൻ റമദാൻ വന്ന് എനിക്കിതിങ്ങനെ സഹിക്കാൻ പറ്റണില്ല. പറയാൻ നോക്കുമ്പോൾ എല്ലാവരും കൂടെ ഉണ്ടല്ലാന്ന് ഇപ്പോഴാ പറയൽ. അപ്പോഴാണ് റമദാൻ ആയപ്പോൾ ഇയാൾ പറയാണ് ഈ പ്രാവശ്യത്തെ സക്കാത്തും ഇങ്ങോട്ട് പോരട്ടെ എന്ന്. എല്ലാം എനിക്ക് സഹിക്കായിരുന്നു. ഞാൻ പഠിച്ചതെല്ലാം കൂടി വെച്ച് നോക്കുമ്പോൾ ഒരു നിലക്ക് പറ്റില്ല. ഞാൻ അങ്ങോട്ട് പറഞ്ഞു. ഞാൻ ചോദിച്ചു, നിങ്ങളെ കൃപേഷിൻ്റെ ശരത്ലാലിനെയും കൊന്നോനെ കേസ് നടത്താനാ, ഷുക്കൂറിൻ്റെ കൊന്നോനെ കേസ് നടത്താനാ, ചന്ദ്രശേഖരനെ കൊന്നോൻ്റെ കേസ് നടത്താനാ? ഇത് ഞാൻ ചോദിക്കണത് എല്ലാവരും. അല്ലെങ്കിലോ നമ്മളെ നാട്ടിൽ സക്കാത്തിനെ പറ്റി എന്തെങ്കിലും ഒരു വർത്താനം പറഞ്ഞാൽ ഈ ഗ്രൗണ്ടിന് ഒഴിവുണ്ടാവുമോ? പരമ്പരയായിട്ടുള്ള പ്രസംഗിക്കും, എല്ലാവരും ഇറങ്ങും. ഇത് മുഖ്യമന്ത്രി പറഞ്ഞപ്പോ ആരും മിണ്ടണില്ല, ആരുടെ ഫത്വയില്ല, ഒരു ശ്മശാന മൂകത. നമുക്കത് പറ്റൂലല്ലോ. പറയണ്ട. ഞാൻ ചോദിച്ചു, ഏത് സക്കാത്ത്? അത് നിങ്ങൾക്ക് ഇജാതി കള്ളന്റെ കയ്യിലാ സക്കാത്ത് കൊടുക്കല്? അന്ന് അതിനുശേഷം പിന്നെ എനിക്ക് ഓർമ്മല്ല. ജഗതി പറഞ്ഞ മാതിരി ഒരു ഒടി പടലായിരുന്നു. പിന്നെ കേസ് കൊണ്ടാൻ വേണ്ടി ബഹളം, പിന്നെ നിൽക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, അന്ന് നിങ്ങൾ മിണ്ടരുത് എന്ന് പറഞ്ഞ കോവിഡ് കാലത്ത് വാങ്ങിക്കൂട്ടിയ പൈസ എന്ന് മനുഷ്യന് ഓക്സിജൻ കൊടുക്കാൻ വെച്ച പൈസ വരെ ഞങ്ങൾ അടിച്ചു മാറ്റി കളഞ്ഞു. PP കിറ്റ് അടിച്ചു മാറ്റി, എന്തിന് മാസ്ക് വരെ അടിച്ചു മാറ്റി. കള്ളപ്പണം ഉണ്ടാക്കിയത് ഈ മുഖ്യമന്ത്രിയാണ്. മിണ്ടാൻ പറ്റൂല.
വയനാട്ടിലൊരു മഹാദുരന്തം നിങ്ങൾ ഓർത്തു നോക്ക്. എന്തു സങ്കടകരമായ. മിനിഞ്ഞാന്ന് മുസ്ലിം ലീഗ് എന്താണോ ഞങ്ങൾക്ക് ചെയ്യാനാകാവുന്നതിന്റെ അങ്ങേ അറ്റത്ത് നിന്ന് ഒരു ഗവൺമെന്റ് നാണിക്കും വിധം കോടികൾ ഞങ്ങളുടെ കയ്യിലുണ്ട്, പക്ഷെ ക്രിയാത്മകമായി പാർട്ടി അത് വിശദീകരിച്ചു. അഭിവന്ദനായ തങ്ങൾ അത് കൃത്യമായി അവിടെ പറയുകയും ചെയ്തു. ഞങ്ങൾ അതിന്റെ സ്റ്റെപ്പ് ആരംഭിച്ചു. നിങ്ങളോ ആ പ്രശ്നം? ഞാൻ നിങ്ങളൊരു കാര്യം ചോദിക്കട്ടെ. ഇവിടെ പഞ്ചായത്ത് ഭരിക്കുന്ന പഞ്ചായത്തിന് മുൻ പ്രസിഡന്റുമാരുടെ തരണ്ട്, ഇപ്പം ഭരിക്കുന്ന ആളുകളുണ്ട്, മെമ്പർമാരുണ്ട്. നിങ്ങൾ പഞ്ചായത്തിൽ നിന്ന് വീട് കൊടുക്കും, ലൈഫ് പദ്ധതി എന്നാണ്. ആ വീടിന് എത്ര പൈസ തരാം ഞങ്ങൾ? ഒരു സ്ക്വയർ ഫീറ്റിന് 1000 രൂപ. ആരെ വീടുണ്ടാക്കാൻ? എൻ്റെ വീടുണ്ടാക്കാൻ. ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, നമ്മളെ വീട് ഏറ്റവും നന്നായിട്ട് ഉണ്ടാക്കുക ആരാ? നമ്മളല്ലേ ഏറ്റവും നന്നായിട്ട് ഉണ്ടാക്കുക. നല്ല ഉറപ്പിൽ, ഒരു കള്ളത്തടൊന്നും കാണിക്കാട്ട, നല്ല മരം വാങ്ങി, നല്ല കല്ല് വാങ്ങി, നല്ല സിമെന്റ് വാങ്ങി, അല്ലേ? നമ്മളല്ലേ ഏറ്റവും നന്നായിട്ട് വീടുണ്ടാക്കുക. ആ നമ്മളെ വീടുണ്ടാക്കാൻ സ്ക്വയർ ഫീറ്റിന് 1000. എന്നാൽ നമ്മളെ വീട് ഊരാലുങ്കൽ ഉണ്ടാക്കാനോ സ്ക്വയർ ഫീറ്റിന് 3000. ഇതെന്തോ സയൻസ്? എനിക്ക് മനസ്സിലായില്ല. നമ്മളെ വീട് വേറെ ആൾ ഉണ്ടാക്കി തരാൻ സ്ക്വയർ ഫീറ്റിന് 3000. നമ്മളെ വീട് നമ്മൾ ഉണ്ടാക്കണമെങ്കിലോ സ്ക്വയർ ഫീറ്റിന് 1000. നമ്മളെ വീട് ഉണ്ടാക്കണമെങ്കിൽ എന്താ ബുദ്ധിമുട്ട്? കറണ്ട് വലിക്കണം, പൈസ കൊടുക്കണം, വെള്ളം വാട്ടർ കണക്ഷൻ വേണം, റവന്യൂ അംഗീകാരം വേണം, ബിൽഡിംഗ് പെർമിഷൻ വേണം. അങ്ങനെ 100,000 പേപ്പർ നമ്മൾ പോയി റെഡിയാക്കണം. ഊരാലിങ്കൽ വീടുണ്ടാക്കുകയാണെങ്കിലോ ഒക്കെ സർക്കാർ ചെയ്തു കൊടുക്കും. അപ്പോഴും സ്ക്വയർ ഫീറ്റിന് 3000. ഇതെന്ത് ന്യായാണ്? ഊരാലിങ്കൽ ആരാണ്? അപ്പൊ പറയും കോർപ്പറേറ്റ് തേങ്ങയാണ്. കോർപ്പറേറ്റ് എന്താണ്? ഒരു കോർപ്പറേഷൻ അല്ലെങ്കിൽ ഒരു സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ഇതൊരു കോർപ്പറേറ്റ് ആണ്. പിണറായി വിജയൻ അടക്കമുള്ള രാജ്യത്തിലെ വമ്പൻ മുതലാളിമാരുടെ കയ്യിൽ കിടക്കുന്ന, അതുപോലെ തന്നെ നിരവധി ബിനാമികളുടെ പണമുള്ള ഒരു കോർപ്പറേറ്റ് കമ്പനിയാണ്. ആ കമ്പനി കേരളത്തിൽ എന്താ ചെയ്തത്? ഇവിടുത്തെ ഏറ്റവും വലിയ, നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ ഞാൻ പഞ്ചായത്ത് മെമ്പറും പഞ്ചായത്ത് പ്രസിഡന്റൊക്കെ ആയ ആളാണ്. എനിക്കറിയാം നമ്മുടെ നാട്ടിൽ കുറെ ആളുകളുണ്ട്, യൂത്ത് ലീഗുകാർ, യൂത്ത് കോൺഗ്രസ്സുകാർ, DYFIക്കാർ എന്നൊക്കെ പറഞ്ഞ് കുറെ സാധുക്കൾ പാർട്ടി പ്രവർത്തനം ഉത്തരവാദിത്വം കൈ നടക്കും. എന്താന്ന് വെച്ചാൽ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി അടക്കലാണ്. നമ്മളിത് കാണുമ്പോൾ നമുക്കൊരു സങ്കടമാണ്. അപ്പോൾ പഞ്ചായത്തിലൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വിളിക്കും. അങ്ങനെ ആ 4-ാം വാർഡിൽ ഒരു റോഡ്, ഒരു ചെറിയൊരു റോഡുണ്ട്, ഒരു 2 മീറ്റർ 3 മീറ്റർ വരുന്ന റോഡ്. ഒരു അന്നത്തെ സമയമാണെങ്കിൽ അല്ലെങ്കിൽ ഒരു 20 ലക്ഷം രൂപ നീ എടുത്തോ. ആ സാധു എല്ലാം കൂടി കല്ലും മണ്ണും എല്ലാം കൂടി സംഘടിപ്പിച്ച് റോഡ് ഉണ്ടാക്കിയാൽ അവനൊരു 50,000 1 ലക്ഷം രൂപ ബാലൻസ് ഉണ്ടാവും. ഇങ്ങനെ ജീവിക്കുന്ന കുറേ കുട്ടി കോൺട്രാക്ടർമാർ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. അവരുണ്ടപ്പോൾ നമ്മുടെ നാട്ടിലെ കോൺട്രാക്ടർമാർ എത്ര, മലപ്പുറം ജില്ലയിലൊക്കെ എത്ര കോൺട്രാക്ടർമാരുണ്ടായിരുന്നു, പറത്തുന്ന കോൺട്രാക്ടർമാർ. ഇപ്പൊ എന്താ ഈച്ചിനാട്ടി കുത്തിർക്കാണ്? എല്ലാം ഊരാലുങ്കലാണ്. ഈ പറയുന്ന പഞ്ചായത്തിലെ മുട്ടൻ ഇടപെടി മുതൽ നാട്ടിലെ പാലവും റോഡും വരെ ഊരാലുങ്കലാണ്. അവരുടെ കയ്യിലാണ് ഈ ഊരാലുങ്കലോ. ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഉപകാരം ഞാൻ ചോദിക്കട്ടെ. ഈ വയനാടിൽ ഈ വലിയ ദുരന്തമുണ്ടായിട്ട് 10 റുപ്പിക മുഖ്യമന്ത്രിയുടെ ഫണ്ടിലേക്ക് പോലും കൊടുക്കാത്തവന്റെ കയ്യിലാണ് ഈ പദ്ധതി. 700 ചില്ലാനം കോടിയുടെ പദ്ധതി ഇവർ കൊടുക്കുന്നത്. വെട്ടിപ്പാണ്. അപ്പൊ ദുരന്തത്തിന്റെ കാര്യത്തിൽ പറയേണ്ടതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, പറയേണ്ടത് പറഞ്ഞു തന്നെ തീർക്കണം. ഇനി ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ. വയനാട്ടിലെ ജനങ്ങളോട് നിങ്ങൾക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ, ഇപ്പൊ ഇന്നലെ ഒരു വിവാദം ഉണ്ടായി. എന്താ അത്? കേന്ദ്രം പറഞ്ഞത് ഞങ്ങൾക്ക് ഈ കടമൊന്നും എഴുതി തള്ളാനാവില്ല. നിങ്ങൾ കടന്ന് പറഞ്ഞാൽ ഭയങ്കര കടമെന്ന് വിചാരിക്കല്ല. ആ പ്രദേശത്ത് മുഴുവൻ 10,000-ഓളം കുടുംബങ്ങൾക്കിടയിലുള്ള കടം 37 കോടി രൂപ മാത്രമേ ഉള്ളൂ. ആ കടം എഴുതി തള്ളണം. മരിച്ചുപോയി അവർക്ക് ഭൂമിയില്ല, കിടപ്പാടില്ല, കൃഷിയിടമില്ല, എന്ത് വെച്ചവരടക്കും? ആ പാവങ്ങളല്ലേ ആ മനുഷ്യര്. അത് എഴുതി തള്ളണം എന്ന് പറഞ്ഞപ്പോ കേന്ദ്രം പറഞ്ഞു ഞങ്ങൾക്ക് ബാങ്കിനോട് പ്രഷറൈസ് ചെയ്തുകൂടാ. കേരളം പറഞ്ഞു എഴുതി തള്ളണം, കേന്ദ്രം അടക്കണം. ഞാൻ ഒരൊറ്റ കാര്യം കേരളത്തിലെ മുഖ്യമന്ത്രിയോട് വിനീതമായി ചോദിക്കട്ടെ. നിങ്ങളുടെ കയ്യിൽ 700 ചില്ലാനം കോടി രൂപ ഈ വയനാട്ടിലെ പാക്കേജിന് മാത്രം 740 കോടി രൂപ ജനങ്ങൾ തന്നിട്ടുണ്ട്. ജനങ്ങൾ തന്നതാണ്, മുഖ്യമന്ത്രിയുടെ ഫണ്ടൊന്നുമല്ല. നാട്ടുകാര് ഈ വയനാട് പാക്കേജിന് തന്ന പൈസയാണ്. ആ പൈസയിൽ നിന്ന് 37 കോടി രൂപ നിങ്ങൾക്ക് ബാങ്കിലടക്കാം. അതല്ലാത്തപ്പോഴുണ്ടാകുന്ന പ്രശ്നം എന്താണെന്നറിയോ? എഴുതി തള്ളിയാൽ ഈ പാവങ്ങളുടെ സിവിൽ സ്കോറിനെ അത് ബാധിക്കും. നിങ്ങൾക്കറിയാം, എഴുതി തള്ളിയാൽ നാളെ അവന് പച്ച പിടിച്ചൊന്ന് വരുമ്പോ അവന്റെ മകനൊരു വിദ്യാഭ്യാസ ലോൺ എടുക്കണമെങ്കിൽ, അവന്റെ മകളെ കെട്ടിക്കാൻ ഒരു 10 റുപ്പിക ലോൺ എടുക്കണമെങ്കിൽ അവന്റെ സിവിൽ സ്കോർ പരിശോധിച്ചാൽ കിട്ടില്ല. എഴുതി തള്ളലല്ല പരിഹാരം, മറിച്ച് ഗവൺമെന്റ് ഇവർക്ക് വേണ്ടി പിരിച്ച പണത്തിൽ നിന്ന് 37 കോടി രൂപ അടക്കുക എന്ന് പറയുന്ന മര്യാദയാണ് അവര് കാണിക്കേണ്ടത്.
കേന്ദ്രം പറഞ്ഞ പോലെ, ഹൈക്കോടതിയിൽ പറഞ്ഞ പോലെ ബാങ്കിനെ പ്രഷർ ചെയ്യണ്ട. ജനങ്ങൾ തന്ന പൈസയിൽ നിന്ന് ആ 37 കോടി രൂപ അടച്ച് വയനാട്ടിലെ ജനങ്ങളോട് നീതി കാണിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? നിങ്ങൾ ചെയ്യില്ല. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് പറയുന്നത്, രാഷ്ട്രീയം ഒരു കെട്ട കാലത്ത് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരോടും ഞാൻ പറയും, ഓരോരുത്തർക്കും അവരുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കേണ്ടുന്ന സമയമാണിത്. അത് നിർവഹിക്കാൻ കഴിയണം. വെറുതെ കുറെ പ്രമേയങ്ങളും പ്രതിജ്ഞകളും പരിപാടികൾ എടുത്ത് നടക്കല്ല. അവനവന്റെ ജീവിതം. ഈ നാട്ടിലെ ഒരു സഹജീവനമുണ്ട്, തൊട്ടടുത്ത നാട്ടിലൊരു സഹജീവനമുണ്ട്. നമ്മളൊക്കെ ജീവിക്കുന്ന ഒരു ചുറ്റുപാടുണ്ട്. മലപ്പുറം കാലങ്ങളായി സൂക്ഷിക്കുന്ന നന്മയുടെയും സൗഹൃദത്തിന്റെയും ഒരു രാഷ്ട്രീയമുണ്ട്. നിങ്ങളുടെ ജീവിതത്തെ പ്രദേശങ്ങളിൽ, ചുറ്റുപാടുകളിൽ, നിങ്ങളുടെ അയൽപക്കങ്ങളിൽ പോലും വലിയ സൂക്ഷ്മതയോടെ വെറുപ്പുകൾ ഇങ്ങനെ മാർക്കറ്റിൽ ഇറക്കിക്കൊണ്ടിരിക്കുമ്പോൾ കൂടുതൽ സൗഹൃദത്തോടെ ഒരു സുതാര്യമായി ലീഗ് നിങ്ങളെ പഠിപ്പിച്ച സുതാര്യതയോടെ ജീവിക്കാൻ ശ്രമിക്കുക. മറ്റൊന്ന്, കോംപ്രമൈസ് ചെയ്യാതെ അനീതിയോട് പൊരുതാനുള്ള താക്കത്തുണ്ടാവുക. പഞ്ചായത്ത് മെമ്പറായാൽ, MLA ആയാൽ, നിങ്ങൾ MP ആയാൽ, രാജ്യത്തിലെ ബ്ലോക്ക് മെമ്പർ ആയാൽ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ആയാൽ, നിങ്ങൾ ഇരിക്കുന്ന സ്ഥാനം ഏതായാലും, ഒരു പൗരനായാൽ ഈ അനീതികളോട് കോംപ്രമൈസ് ചെയ്യാതെയാണ് രാഷ്ട്രീയ ജീവിതവും നിങ്ങളുടെ ജീവിതത്തെയും ചിട്ടപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയേണ്ടത്. അതിന് കഴിയണം. ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയും, ഞാനൊരു മുസ്ലിം ലീഗിന്റെ പ്രവർത്തകൻ എന്ന നിലക്ക് പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്തമായിരുന്നു 10 വർഷക്കാലം ഒരു MLA ആയിട്ട്. എനിക്കിപ്പോഴും അഭിമാനത്തോടെ പറയാൻ കഴിയും, 2020 നിയമസഭയിൽ ഞാൻ മുഖ്യമന്ത്രിയുടെ മകളുടെയും വിഷയം വന്നപ്പോൾ ഞാൻ നിയമസഭയിൽ പറയുന്നത്, മുഖ്യമന്ത്രി, അങ്ങയുടെ മകൾ ഈ കേസിലെ പ്രതിയാണ്. ഞാൻ പറഞ്ഞത് 2018 ഊരാലുങ്കലിൽ ഒരു റെയ്ഡ് നടന്നു, ED റെയ്ഡ്. ആ റെയ്ഡ്, ഊരാലുങ്കലിലല്ല, കർത്തയുടെ ഓഫീസിൽ റെയ്ഡ് നടന്നു. അതിൽ 2 പ്രതികളെയാണ് ചേർത്തത്. ഒന്ന്, മുഖ്യമന്ത്രിയുടെ മകൾ പിണറായിയുടെ വീണ എന്ന മകൾ, പിണറായി വിജയന്റെ മകൾ വീണ. 2, പിണറായി അടക്കമുള്ള കേരളത്തിലെ ഇടതുപക്ഷക്കാരന്റെ ബിനാമി സ്ഥാപനം എന്ന് പറയാവുന്ന ഊരാലുങ്കൽ. ഞാൻ 2020 മുഖ്യമന്ത്രിയോട് പറഞ്ഞു, ഇവർ പ്രതികളാണ്. എന്റെ പേര് കുറെ കേസൊക്കെ എടുക്കും. പക്ഷേ 2025 SFIO പ്രതി ചേർക്കുന്നത് ആ വീണയെ തന്നെയാണ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മൾ പൊതുപ്രവർത്തന രംഗത്ത് നമ്മൾ നിർവഹിക്കുന്ന, നമ്മൾ പറയുന്ന ഉത്തരവാദിത്തം എന്തുകൊണ്ടാണ്? ഇപ്പൊ ഉമ്മൻചാണ്ടിയെ നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഉമ്മൻചാണ്ടിക്കെതിരെ പിണറായി വിജയൻ നടത്തിയ സ്റ്റേറ്റ്മെന്റുകൾ ഒരു റഫറൻസ് ആണ്. ആർക്ക്? അദ്ദേഹത്തിന് തന്നെ. പിണറായി വിജയൻ അദ്ദേഹം ഇപ്പോൾ എന്ത് ചെയ്യണം എന്നറിയണമെങ്കിൽ അദ്ദേഹം തന്നെ നടത്തിയ അന്നത്തെ സ്റ്റേറ്റ്മെന്റുകൾ യൂട്യൂബിൽ നിന്ന് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് കേട്ടാൽ മതി. അപ്പോൾ മനസ്സിലാവും ഒരു മുഖ്യമന്ത്രി എങ്ങനെ ആവണം, എന്താ ചെയ്യേണ്ടത്, ആരോപണം വന്നാൽ എന്താ ചെയ്യേണ്ടത്. നിങ്ങൾ എന്നെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പിണറായി വിജയ. അത് കേട്ടാ മതി. ഞാൻ ചോദിക്കുന്നത്, കോടിയേരിയുടെ മകൻ ബിനീഷ് കോടിയേരിയുടെ പേരിൽ ആരോപണം വന്നു. കോടിയേരി രാജിവെച്ചു. അങ്ങനെ പറഞ്ഞാൽ അപ്പോൾ മുഖ്യമന്ത്രി രാജിവെക്കേണ്ടതെന്നാണ്. ഞാൻ ഒരിക്കലും മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് പറയില്ല. എന്താ കാര്യം എന്നറിയോ? എങ്ങാനും ഇയാൾ രാജിവെച്ചാൽ അപ്പം തന്നെ സോഷ്യൽ മീഡിയയിൽ സഖാക്കൾ വരും, പിണറായി ഡി എന്ന് പറഞ്ഞിട്ട് വരും, കണ്ടില്ലേ ഇയാൾ. അങ്ങനെ ഒരു കള്ളൻ രക്ഷപ്പെട്ടു പോകാൻ പാടില്ല. നിങ്ങൾ രാജിവെക്കരുത്. പുടുത്ത് നാറിയിട്ട് മനുഷ്യൻ നിങ്ങളെ കേരളത്തിൻ്റെ മണ്ണിൽ വെറുക്കുന്നത് വരെ നിങ്ങൾ ആ മുഖ്യമന്ത്രിയുടെ കസേരയിൽ ഇരിക്കണമെന്നാണ് പിണറായി വിജയനോട് എനിക്ക് പറയാനുള്ള ആഗ്രഹം. നിങ്ങൾ രാജിവെച്ചൊന്നും പോകരുത്. അത് കാണാനും അതാവാനുള്ള ആയുസ് പിണറായിക്കും, കാണാനുള്ള ആയുസ് പടച്ചോനെ എനിക്കും തരണമെന്നാണ് എനിക്ക് പ്രാർത്ഥിക്കാനുള്ളത്. കാരണം ഒരു സുഖം നമുക്കും വേണമല്ല, ഒരുപാട് അനുഭവിച്ചതാണല്ലോ. അപ്പൊ ആ സുഖം നമുക്കും വേണം. ഒരു കാഴ്ച സുഖം കാണുന്നുണ്ട്. അറിയോ പിണറായി വിജയ, മകളെ SFIO ചോദ്യം ചെയ്യാൻ വിളിക്കണു, ED കേസിൽ കക്ഷിയാവുന്നു. നിങ്ങൾക്ക് എന്നോട് ദേഷ്യം ഉണ്ടായതിൽ നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. എൻ്റെ നാവോത്ര ശരിയൊന്നുമല്ല. ഞങ്ങളങ്ങനെ പറയുമ്പോൾ കുറച്ചൊക്കെ നിങ്ങൾ തിരിച്ചും ചെയ്യണം. അല്ലെങ്കിൽ പിന്നെന്താണ്, നിങ്ങൾ ചെയ്തു. പക്ഷെ എൻ്റെ ഭാര്യ നിരപരാധിയല്ല. എൻ്റെ ചെറിയ മക്കൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ, അവരെ നിങ്ങൾ അപമാനിക്കാൻ ശ്രമിച്ചില്ല. ഏതെല്ലാം വിധത്തിൽ, എൻ്റെ സുഹൃത്തുക്കളെ അടക്കം ഏതെല്ലാം വിധത്തിൽ അനുഭവിക്കുന്നുണ്ട് പിണറായി വിജയൻ. ഇന്നലെ പത്രക്കാരൻ മെഞ്ഞാന്ന് ചോദിച്ചു, മകളുടെ കേസിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഒരു സിമ്പതിക്കൽ അപ്രോച്ചാണ്. അതേപോലെ നിങ്ങൾക്ക് എൻ്റെ ചോര മതിയോ? പാവം, നിങ്ങൾ എൻ്റെ ചോര എടുക്കാൻ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടെന്നാ? കുറെ പാവങ്ങളുടെ ബാക്കിൽ നടന്ന ഓർമ്മ ഉണ്ടെന്നാ ഈ പിണറായി വിജയന്? കട്ടുമുടിച്ചിട്ട് കൊണ്ടുപോയിട്ട് നിങ്ങൾ വെക്കുമ്പോ ഓർത്തോ? നിങ്ങൾ ഈ രാജ്യത്തെ കട്ടുമുടിച്ചത് ജനങ്ങളുടെ മുമ്പിൽ പിണറായി വിജയ കണക്ക് പറയേണ്ടി വരും.
നിങ്ങൾ ഇതൊക്കെ തീരും. രാഷ്ട്രീയത്തിൽ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞാൽ അങ്ങോട്ട് ഭരണം മാറി അങ്ങോട്ടും ഇങ്ങോട്ടും സുല്ലാക്കി പോവും. ഞങ്ങളുടെയൊക്കെ കൊക്കിൽ ജീവനുണ്ടെങ്കിൽ കക്കത് കക്കിച്ചിട്ടേ അടക്കി നിർത്തുന്നു ഞാൻ ഉറപ്പിച്ച് പറയാൻ. കോംപ്രമൈസ് നമുക്ക് ചെയ്യില്ല. ഇവിടെ വലിയ വർത്താനം പറയാം, അപ്പുറം പോയിട്ട് ഉമ്മാക്കി കളിക്കാന്നുള്ള പരിപാടിക്കൊന്നും നമ്മളെ കിട്ടില്ല. നേർക്കുനേരെ ഞാൻ പറയട്ടെ, നിങ്ങളാകാവുന്ന എല്ലാ കളികളും കളിച്ചിട്ടുണ്ട്. ആ കളിയുടെ അപ്പുറത്ത് നിന്ന് രാഷ്ട്രീയം നിങ്ങളെ പഠിപ്പിക്കും എന്നേ ഞാൻ നിങ്ങളോട് പറയുന്നുള്ളൂ. ഇന്നിപ്പോൾ നിങ്ങൾ കണ്ടോ CPIയുടെ, നേരത്തെ എന്നോട് പറയും CPIയുടെ പ്രമേയം വന്നിരിക്കുന്നു. എന്നാ പറഞ്ഞെന്നറിയോ? CPI ഇന്നത്തെ പ്രമേയമാണ്, അവരുടെ പാർട്ടിക്കകത്തെ ചർച്ചയാണ്. എന്താ പറഞ്ഞത്? ഇതൊരു രാജഭരണം പോലെയാണ്. തന്നെയോ? അപ്പൊ ഞങ്ങൾ 5-8 കൊല്ലമായിട്ട് പറഞ്ഞ വെറുതല്ലേ, രാജഭരണം പോലെയാണ്. പിണറായിയുടെ മകളുടെ പേരിലുള്ള ആരോപണവുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ് വന്നിരിക്കുന്നു. ഞങ്ങൾ ഇതിൻ്റെ ഒന്നും കൂടെ നിൽക്കില്ല. കോടികൾ മുടക്കിയിട്ടുള്ള ഗവൺമെന്റിന്റെ വാർഷികം ആഘോഷിക്കുന്നതിനും ഞങ്ങളെ കിട്ടൂല. ഇവ മെഞ്ഞാന്ന് മുഖ്യമന്ത്രി എന്താ പറഞ്ഞറിയോ? 9ാം വാർഷികം വരികയാണ്, ഞങ്ങൾ പൗരപ്രമുഖന്മാരെ കാണും. അപ്പൊ എല്ലാവരും റെഡി ആയിക്കോളി. എങ്ങനെ? നെയ്യിൽ പൊരിച്ച അണ്ടിപ്പരിപ്പ് തിന്നാൻ വേറെ നടക്കൂല. പൗരപ്രമുഖന്മാരെ വിളിക്കും, മന്ത്രിമാർ പോലും പറയുന്നൊന്നും കേൾക്കൂല. അണ്ടിപ്പരിപ്പ് ഇങ്ങനെ തിന്നോണ്ടിക്കും. എന്നിട്ട് പറയും കോഴിക്കോടത്തെ അണ്ടിപ്പരിപ്പ് തരക്കടില്ലായിരുന്നു, കാസർഗോഡത്ത് പിന്നെ ഉപ്പിട്ടിട്ടുള്ളൊരു അണ്ടിപ്പരിപ്പാണ്, ഭയങ്കര രസമാണ്. സജി ചെറിയാനെ പോലത്തെ പോയത്തക്കാർ പറഞ്ഞു കൊടുക്കാൻ ഇതേ നടക്കൂ, ഇതേ ഉണ്ടാവൂ. അതിന് നമ്മളെ കുറെ പൗരപ്രമുഖന്മാരും. അങ്ങനെ പൗരപ്രമുഖന്മാരെ ആവുമ്പോൾ പിന്നെ ബുദ്ധിമുട്ടൊന്നുമില്ല. റോഡിന്റെ പ്രശ്നമില്ല, പാലത്തിന്റെ പ്രശ്നമില്ല, മനുഷ്യന്മാരെ ലോണിന്റെ പ്രശ്നമില്ല, ഒന്നുമില്ല. അവർക്ക് ക്വാറിയെ കുറിച്ച് സംസാരിക്കാനുണ്ടാവും, അവർക്ക് ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ പറയാനുണ്ടാവും, അവർക്ക് കരിമണലുമായി ബന്ധപ്പെട്ട കാര്യം പറയാനുണ്ടാവും. മനുഷ്യന്റെ സങ്കടങ്ങൾക്കല്ലല്ലോ പൗരപ്രമുഖന്മാർ പ്രതിനിധീകരിക്കാൻ പോണത്. അതുകൊണ്ട് മുഖ്യമന്ത്രി 9ാം വാർഷികം, ഞാൻ ഈ 9ാം വാർഷികം വരുന്നതിന് മുമ്പ് ഒരു കാര്യം ചോദിക്കട്ടെ. ആലിബാബയും 41 കള്ളന്മാരെന്ന് പറഞ്ഞ പോലെ കേരളത്തിലെ പിണറായി വിജയന് ഒരു 20 കള്ളന്മാരും കൂടെ ഒരു ബസ്സിൽ യാത്ര ചെയ്തിനല്ലോ കഴിഞ്ഞ 5-6 മാസം മുമ്പ്. അതിന്റെ വിവരം എന്താ? അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് ഒന്ന് പറഞ്ഞേ. അന്ന് കുറേ പരാതി ബസ്സിൽ കെട്ടിക്കൊണ്ടേയിരുന്നല്ലോ. ആ ബസ് പോടെയുള്ളത് AK ബാലൻ പറഞ്ഞു ഈ ബസ്സിനെ കുറിച്ചായിരുന്നു വിമർശനം. കണ്ടോ, ഈ ബസ് കോഴിക്കോട് ബാംഗ്ലൂർ റൂട്ടിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതല്ല പ്രശ്നം. ബസ് കോഴിക്കോട് ബാംഗ്ലൂർ റൂട്ടിൽ ഓടുന്നുണ്ടോ എന്നുള്ള പ്രശ്നം. നിങ്ങൾ ഈ ബസ്സിൽ യാത്ര ചെയ്ത് കേരളത്തിൽ കണ്ടുപിടിച്ച കാര്യങ്ങൾ എന്താണ്? ഈ കള്ളന്മാരൊക്കെ കൂടിയിട്ട് പറഞ്ഞ കാര്യങ്ങൾ എന്താണ്? അതൊന്ന് പറഞ്ഞേ. ഞാൻ നിങ്ങളോട് പറയട്ടെ, അടിസ്ഥാന പ്രശ്നങ്ങളിൽ നിന്ന് നമ്മളെ മാറ്റുക, വൈകാരികതയെ കച്ചവടം ചെയ്യുക, അതിന് കുറച്ചാൾ ഇറങ്ങും. ഇത് വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ കുഴപ്പമാണ്. CPI ഇപ്പോഴത് മാറ്റി പറയേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അവർ അഭിമുഖീകരിക്കുന്നത് പുതിയ രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷത്ത് തന്നെ നിൽക്കാൻ എന്നതിൻ്റെ ഭാഗമാണ്. വലതുപക്ഷ രാഷ്ട്രീയം ഭയപ്പെടേണ്ട. ഞാൻ പറയട്ടെ, ഇനി ഈ രാജീവ് ചന്ദ്രശേഖർ അല്ല, അതിനേക്കാൾ വലിയ വർഗീയവാദികൾ വന്നാലും നരേന്ദ്രമോദി ആഞ്ഞു ശ്രമിച്ചാലും ഈ നാട്ടിൽ അതിനപ്പുറമൊന്നും പോകാൻ ഇവർക്കൊന്നും ആവില്ല. നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി, ഇവർ ഭീരുക്കളാണ്. ഒരു സിനിമ ഇറങ്ങുമ്പോഴത്തേക്കും പേടിച്ച് മുട്ടുപറിച്ച് പോയ തനി പേടിത്തൊണ്ടന്മാരാണ് ഈ BJP RSS എന്നൊക്കെ പറയുന്നത്. ഒരു സിനിമ, ഒരു എന്താണ് ഇപ്പം ഇറങ്ങിയ സിനിമ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ, ഞാൻ ആ സിനിമ കണ്ടു. വലിയ ഈ പറഞ്ഞ ഹൈപ്പൊക്കെ ഇട്ടിട്ട് ഞാൻ പോയി കണ്ടതാ. ഒരു കമേഴ്സ്യൽ സിനിമ. അതിൽ പിണറായി വിജയൻ ആ സിനിമ കാണാൻ പോയി. മൂപ്പർക്ക് മനസ്സിലായി ഇത് സിനിമ ഏറ്റവും കൂടുതൽ കളിയാക്കിയ മൂപ്പരെയാണെന്ന്. പക്ഷെ മൂപ്പര് പുറത്തു വന്നിട്ട് പറഞ്ഞു BJPക്ക് എതിരാണ്. എന്ത് തേങ്ങയാണ്? എല്ലാവരെയും കളിയാക്കിയിട്ടുണ്ട്, കോൺഗ്രസിന്റെ ആവശ്യത്തിന് കളിയാക്കിയിട്ടുണ്ട്. ഒരു കമേഴ്സ്യൽ സിനിമ, നല്ല പെർഫെക്ഷൻ എന്താണ് നിർമ്മാണമാണ്, മനോഹരമായ നിർമ്മാണമാണ്, കാണാവുന്ന കുട്ടികൾക്ക് ആവേശമുണ്ടാക്കാവുന്ന സീനുകളൊക്കെ ഉണ്ട്. പക്ഷെ അതിനിടയിൽ എന്ത് BJP ഒരു കലാപം എന്ന് പറഞ്ഞിട്ട് ഗുജറാത്തിനെ തോന്നിപ്പിക്കുന്ന ഒരു കലാപം ഉണ്ടാക്കി, അതിലൊരു 1-2 മുസ്ലിം പേരിട്ടു. അപ്പോഴത്തേക്കും BJP ബേജാറായി. റൈഡ്, പൃഥ്വിരാജിന്റെ റൈഡ്. പൃഥ്വിരാജ് ഒരു നിലപാടുള്ള ഒരു രാഷ്ട്രീയക്കാരനാണ്, ഒരു സിനിമാ നടനാണ്. നമ്മളെ ബാക്കിയുള്ള സിനിമാ നടന്മാരെ പോലെ ഒരു അഴാകൊഴ പഴയ സിനിമ ആളുകളൊക്കെ ഉണ്ടല്ലോ. ഇപ്പൊ മോഹൻലാലും മമ്മൂട്ടിയൊക്കെ അടക്കമുള്ള സിനിമമാർ രാഷ്ട്രീയം പറയാതെ ഈ അധികാരി വർഗത്തിന്റെ ഊടുതാങ്ങി അടക്കുന്ന ആളുകളൊന്നുമല്ല. പുതിയ തലമുറയിലെ സിനിമാ പ്രവർത്തകന്മാരൊക്കെ അത്യാവശ്യം നല്ല നേരും നെറിയുള്ള നല്ല നട്ടലുള്ള ആളുകളുണ്ട്. അതിന്റെ മുമ്പിൽ നിൽക്കാവുന്ന ഒരുത്തൻ തന്നെയാണ് പൃഥ്വിരാജ്, അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ ഈ സിനിമ ഒരു കമേഴ്സ്യൽ ഫിലിമാണ്, പക്കാ കമേഴ്സ്യൽ. ഇതിനേക്കാൾ വലിയ രാഷ്ട്രീയം പറഞ്ഞ എത്ര സിനിമകൾ വന്നിട്ടുണ്ട്. ആ സിനിമ ഇറങ്ങുമ്പോഴേക്കും മുട്ട് പറക്കുന്ന ഇവനൊക്കെയാണ് ഇന്ത്യയെ അങ്ങ് വലത്തിക്കളയെന്ന് പറഞ്ഞിട്ട് ഈ അമിത്ഷയൊക്കെ കൂടി ഇറങ്ങി പുറപ്പെടുന്നത്. അത്രേ ഉള്ളൂവര്. ഈ സംഘപരിവാരം പ്രൊപ്പഗണ്ടയാണ്, ബഹളമാണ്, അതിനപ്പുറം ഒന്നുമല്ല. ഈ നാടിനെ 1 ഇഞ്ച് പോലും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത മൻമോഹൻ സിംഗ് വരെയുള്ള ഒരു വലിയ രാഷ്ട്രീയ പാരമ്പര്യം ഇന്ത്യയിലുണ്ട്. അവരാണ് എല്ലാം ഉണ്ടാക്കിയത്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു മുതൽ മൻമോഹൻ സിംഗ് വരെ നിൽക്കുന്ന ഒരു നീണ്ട നിര
ഈ രാജ്യത്തിന്റെ ഗ്രാമങ്ങൾ, തെരുവുകൾ, ഈ രാജ്യത്തിന്റെ വയലേലകൾ, ഈ രാജ്യത്തിന്റെ കൃഷിയിടങ്ങൾ, ഈ രാജ്യത്തിന്റെ വ്യവസായങ്ങൾ, ഈ രാജ്യത്തിന്റെ വിദ്യാഭ്യാസം എല്ലാം നമ്മളെ ലോകത്തിലെവിടെയും പോയി ഐ ആം ആൻ ഇന്ത്യൻ എന്ന് പ്രൗഢോടെ പറയാൻ കഴിയുന്ന തരത്തിലേക്ക് വളർത്തിയെടുത്ത ഒരു വലിയ പാരമ്പര്യമുണ്ട്. അതാണ് ഈ 10 കൊല്ലം കൊണ്ട് തകർത്ത് തരിപ്പണമാക്കുന്ന ഈ വിവരദോഷികൾ നിൽക്കുന്നത്. പക്ഷെ അവർ പണിയെടുക്കാൻ തുടങ്ങിയിട്ട് 200 കൊല്ലം കഴിഞ്ഞു. 100 കൊല്ലം അധ്വാനിച്ചിട്ട് ഒരു 10 കൊല്ലല്ലേ ഭരിച്ചിട്ടുള്ളൂ. ഒന്നും ഭയപ്പെടേണ്ടതില്ല. നിങ്ങൾ ഓർക്കുക, വഖഫ് ബില്ലിൽ ഇന്ത്യയുടെ പാർലമെന്റിൽ നടന്ന പ്രസംഗങ്ങളൊന്ന് കേട്ടു നോക്കൂ നിങ്ങൾ. നമ്മൾ ഒറ്റക്കാണ് ഈ രാജ്യത്ത്, നമ്മളാണ്, നിങ്ങളും ഞാനുമല്ല. നമ്മൾ എന്ന ഒറ്റയാണ്, രാജ്യം എന്ന ഒറ്റയാണ്. ചെറിയ സംഖ്യ അല്ലേ, ചെറിയ സംഖ്യയാണ് മറികടക്കാനുള്ളൂ. ഒന്ന് ആഞ്ഞു പിടിച്ചാൽ. ആരോടാ രാഹുൽ ഗാന്ധി കളിച്ചത്? ആരോടാ മത്സരിച്ചത്? ഇവിടുത്തെ കള്ള മെഷീനോട്, കള്ളപ്പണത്തോട്, ഇവിടുത്തെ എല്ലാ വൃത്തികേടുകളോടും, എല്ലാ വെറുപ്പുകാരോടും, എല്ലാത്തിനോടും മത്സരിച്ചിട്ടും കയറ്റില്ല പാർലമെന്റിൽ എന്ന് പറഞ്ഞെടുത്ത് പ്രധാനമന്ത്രിയുടെ നേരെ മുമ്പിൽ പ്രതിപക്ഷ നേതാവിന്റെ കസേരയിൽ നട്ടല് വിരിച്ചു നിൽക്കാൻ ആ മനുഷ്യനെ പ്രാപ്തമാക്കും വിധം ഈ രാജ്യത്തിന്റെ ജനാധിപത്യം ഇപ്പോഴുമുണ്ട്. നിങ്ങൾ ഭയപ്പെടുകയല്ല, ആത്മവിശ്വാസത്തോടെ, കരുത്തോടെ മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് കഴിയുന്നതിനാവട്ടെ ഈ സമ്മേളനത്തിന്റെ പ്രചോദനം. അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്.